അത് നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. വരുമായിരുന്നെങ്കിൽ നമ്മളെ അത് കൊന്നിട്ട് കുറേ നേരമായിട്ടുണ്ടാവും. പക്ഷെ ഇനി ഇവിടെ നിന്നാൽ വേറെ പലതും നടക്കും. നിങ്ങൾ വേഗം വാ. ചേട്ടാ, ഇതിൻ്റെയൊക്കെ പിന്നിലെ കഥ എന്താ? മാത്യു ആകാശം മുഖത്തോട് മുഖം നോക്കി. എന്നിട്ട് മനീഷിനോട് ചോദിച്ചു, മനീഷിന് ഇയാളെ അറിയാമോ എന്ന്. മനീഷ് അറിയാം എന്ന രീതിയിൽ തലയാട്ടി. ഈ സ്ഥലത്തിൻ്റെ പേര് രാത്രിയപ്പൻ എന്നാവാൻ കാരണം തന്നെ നമ്മളിപ്പോൾ കണ്ട ആ രൂപമാണ്. ഈ നാട്ടുകാരായിരുന്നിട്ട് പോലും നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ? ഒരു 60-70 വർഷം മുന്നേ നടന്നതാണ് എന്നാണ് പറയുന്നത്. അയാളൊരു പ്രീസ്റ്റായിരുന്നു, പള്ളിയാച്ചൻ. എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു വ്യക്തി. അയാൾ വീട് മാറി ഇവിടെ അടുത്തുള്ള ഏതൊരു വീട്ടിലേക്ക് താമസം മാറി വന്നതാണ്. പക്ഷെ അന്ന് രാത്രി ഈ പ്രദേശത്തുള്ള ഒരാളും ഉറങ്ങിയിട്ടില്ല. എൻ്റെ അച്ഛനും അന്ന് ഈ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. അന്ന് ഞങ്ങളത് വെറുതെ പേടിപ്പിക്കാൻ പറയുന്നതാണെന്നാണ് വിചാരിച്ചത്. എന്തായാലും അച്ഛൻ പറഞ്ഞൊക്കെ സത്യമാണെന്ന് ഇന്ന് മനസ്സിലായി. എന്താ ചേട്ടൻ അച്ഛൻ പറഞ്ഞത്? അത് കേട്ട മനീഷ് ചോദിച്ചു. അതിവിടെ വെച്ച് പറയാൻ പറ്റില്ല മോനെ, കുറച്ചുകൂടി നടക്ക്, അപ്പോൾ പറയാം. ഈ സ്ഥലത്തു നിന്നൊന്ന് മാറട്ടെ. കേട്ടിട്ട് ഉറക്കം കൂടെ പോയിട്ടുള്ള കഥയാണ്.